ഓം ശ്രീരാമചന്ദ്രായ നമ. ശാപാദ്രാക്ഷസരൂപമാപ്യസുമതി ശ്രീസോമദത്തോ ദ്വിജ ശ്രുത്വാ യച്ചരിതം മഹീസുരവര ശ്രീഗർഗവക്ത്രാംബുജാത് त्यक्त्वा राक्षसभावमेव तरसा सम्प्राप विष्णोः पदं वन्दे तं रघुनन्दनं जनकजानाथं महावैभवम्. ഓം ശ്രീരാമായ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശ്രീരാമനെ കുറിച്ചുള്ള ഈ ശ്ലോകത്തിന്റെ അർത്ഥവും കൂടി ഒന്ന് പറയാം. സുമതി, നല്ല മനസ്കനും ദ്വിജ, ബ്രാഹ്മണനുമായിട്ടുള്ള ശ്രീ സോമദത്തൻ ശാപാത്, ശാപം കാരണം, ശാപം ഹേതുവായിട്ട് രാക്ഷസരൂപം ആപ്യ, രാക്ഷസന്റെ രൂപത്തെ പ്രാപിച്ച് മഹീസുരവര ശ്രീ ഗർഗവക്ത്രാംബുജാത്, മഹീസുരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ബ്രാഹ്മണ വരൻ ശ്രേഷ്ഠൻ. അപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഗർഗന്റെ ആ മുഖാരവിന്ദത്തിൽ നിന്നും യച്ചരിതം, യാതൊരുവന്റെ ചരിതത്തെ ശ്രുത്വ, കേട്ടിട്ടാണോ, തരസ, പെട്ടെന്ന്, രാക്ഷസഭാവം ത്യക്ത്വ ഏവ, ആ രാക്ഷസഭാവത്തെ ഉപേക്ഷിച്ചിട്ട് വിഷ്ണോഹ പദം സംപ്രാപ, വിഷ്ണുവിന്റെ പദത്തെ, വിഷ്ണുപദത്തെ പ്രാപിച്ചു. തം തം ആ ജനകജാനാഥം, അതായത് ജനകജ എന്ന് പറഞ്ഞ ജനകന്റെ പുത്രി സീത, സീതയുടെ വല്ലഭനും മഹാവൈഭവം, വലിയ വൈഭവത്തോടു കൂടിയവനുമായ രഘുനന്ദനെ, അതായത് ശ്രീരാമനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഇത് ശ്രീമദ് വാൽമീകീയ രാമായണത്തില് രാമായണ മഹാത്മ്യം പ്രതിപാദിക്കുന്ന 5 അധ്യായങ്ങളുണ്ട്. ആദ്യം ആ 5 അധ്യായങ്ങളില് രണ്ടാമത്തെ അധ്യായത്തില് പറയുന്ന ഒരു കഥയാണ് ഇത്. സോമദത്തൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഗുരുവിനെ നിന്ദിച്ചു. അതായത് ഗൗതമ മഹർഷിയാണ് അദ്ദേഹത്തിന്റെ ഗുരു, ഗൗതമ മഹർഷി. ആ ഗൗതമ മഹർഷിയെ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു സന്മനസ്കനായിട്ടുള്ള, ഒരു വിജ്ഞാനിയായിട്ടുള്ള, ഒരു ധർമ്മജ്ഞനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ പരമശിവനെ പൂജിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു ഇപ്പുറത്തുള്ളത് കണ്ടില്ല. അപ്പോൾ ഗുരുവിനെയും ഗൗനിച്ചില്ല. അങ്ങനെയാണ് ശാപം കിട്ടിയത്, രാക്ഷസനായി മാറി. അപ്പോൾ ഗൗതമനോട് പറഞ്ഞു, എന്നിട്ട് ഗുരു എനിക്കൊന്ന് എങ്ങനെയാ ശാപമോക്ഷം കിട്ടുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗൗതമ മഹർഷി പറഞ്ഞു, ശാപമോക്ഷം കിട്ടും നിനക്ക്, രാമായണ കഥ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ രാക്ഷസനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ സോമദത്തൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ. സോമദത്തൻ എന്നാണ് പേര്. നടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാം താൻ രാക്ഷസനായി മാറിയിരിക്കുന്നു എന്നുള്ള ബോധമുണ്ടെങ്കിൽ പോലും ശരീരം രാക്ഷസൻ്റെതായതുകൊണ്ട് വിശപ്പടക്കാൻ എന്ത് ജീവിയെ കണ്ടാലും പിടിച്ച് തിന്നും. അങ്ങനെ കിട്ടിയ മൃഗങ്ങളെയും കിട്ടുന്ന മനുഷ്യന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് വിശന്ന് വരഞ്ഞ് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നും, ഓരോ ജീവികളെ ഭക്ഷിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി. ഇപ്പോൾ ഈ ബ്രാഹ്മണൻ ഇന്നിപ്പോൾ എൻ്റെ പാരണ ഇതാണ്, എൻ്റെ ഭക്ഷണം എന്ന് വിചാരിച്ചിട്ട് ആ ബ്രാഹ്മണനെ പിടിക്കാൻ ചെന്നതാ. പക്ഷേ ആ ബ്രാഹ്മണനെ തൊടാനും കൂടി പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബ്രാഹ്മണൻ രാമനാമം ജപിക്കുകയാണ്. രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമനാമത്തിൻ്റെ മഹത്വം. അപ്പോഴേക്കും ആ ബ്രാഹ്മണനെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോഴേക്കും ഇയാൾ തെറിച്ചു പോവുക. പിന്നെ എനിക്ക് തൊടാൻ പറ്റുന്നില്ല, കാരണം രാമനാമത്തിന് ശക്തി. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എനിക്ക് അങ്ങയെ തൊടാൻ പറ്റാത്തത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ രാമനാമം ജപിക്കില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത്, രാമായണ കഥ കേട്ടാൽ തനിക്ക് മോക്ഷം കിട്ടുമല്ലോ എന്ന് പണ്ട് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാണ്, എനിക്ക് രാമായണ കഥ കേൾക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ ബ്രാഹ്മണന്റെ പേരാണ് ഗർഗൻ. ആ ഗർഗൻ എന്നുള്ള ആ ബ്രാഹ്മണൻ ഈ സോമദത്തൻ എന്ന് പറയുന്ന രാക്ഷസനായി തീർന്ന ഈ ബ്രാഹ്മണനെ, രാക്ഷസനാണല്ലോ ഇപ്പോൾ, അദ്ദേഹത്തെ ആ രാമായണ കഥ നവാഹമായിട്ട് 9 ദിവസമായിട്ട്, നവാഹമായിട്ടാണ് സാധാരണ രാമായണ കഥ ചൊല്ലേണ്ടതെന്നാണ് പറയുക. അപ്പോൾ നവാഹമായിട്ട്
നമ്മൾ പറയില്ലേ ശ്രീമദ് ഭാഗവത സപ്താഹം എന്ന് പറയും, അതുപോലെ ഇവിടെ നവാഹമായിട്ടാണ് ചൊല്ലേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ പാരായണം ചെയ്ത് ആ കഥ കേൾപ്പിക്കുകയാണ്. ആ കഥ കേട്ടു. 9-ാം ദിവസം ആ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സോമദത്തൻ്റെ രാക്ഷസഭാവം പോയി. അതാണ് തിരിച്ചു അതിനെ. പിന്നീട് അദ്ദേഹം വിഷ്ണുവിൻ്റെ പദത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതിന് പറയാറുള്ളത് ഇങ്ങനെയാണ്: ആ സോമദത്തൻ ആ രാക്ഷസഭാവം പോയിട്ട് ഭഗവാൻ സ്വരൂപമായിത്രേ. ഭഗവാന്റെ നാല് കൈകളൊക്കെ ആയിട്ട് ശംഖചക്ര ഗതയൊക്കെ ആയിട്ട് ഭഗവാന് സാരൂപ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് പറയാറുള്ളത്, മോക്ഷം കിട്ടി എന്നാണ് പറയാറുള്ളത്. അതാണ് ഇവിടെ എൻ്റെ ഈ ചെറിയ ശ്ലോകത്തിൽ, അതായത് ഈ ഒരു ചെറിയ ശ്ലോകമല്ല, വലിയ ശ്ലോകമാണ്, പക്ഷെ ഒരു ശ്ലോകത്തിൽ അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓം ശ്രീരാമായ നമഃ.